മാങ്ങയെ മല്ലികയെ മന്ദാരപ്പൂങ്കുരുവിയെ മാങ്ങയെ മല്ലികയെ മന്ദാരപ്പൂങ്കുരുവിയെ മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ വെല്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരന മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ വെല്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരന ചോളത്തൊയും കാലം വന്നാൽ പാട്ട് പൊങ്കൽ മാസം പോയാ സ്വരം നമുക്കൊരാനന്ദ മഞ്ഞളും പൂശിവാ മണ്ണിതാ നിന്റെ മച്ചാൻ വെല്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ सिफारिश जो करता हमारी देता वो तुमको बता शर्मो है अब वो पर्दे गिरा के गर्मी है तुमको जिद है अब तो है खुद को मिटाना होना है तुझ में फना सिफारिश जो करता हमारी देता वो तुमको बता शर्मो है अपने वो पर्दे गिरा के गर्मी है तुमको थोड़ी अदा भी है झूठे वाली गुजर जाने दे तेरी लचक है ये जैसे जानी दिल में उतर जाने दे आपकी बाहों में करके बहाना होना है तुझ में फना शान सिफारिश जो करता हमारी लेता वो तुमको बता शर्मो है अपने वो पर्दे गिरा के गर्मी है हमको जो इरादे बता दो तुमको शर्मा ही जाओगी तुम धड़कने जो सुना दो तुमको घबरा ही जाओगी तुम हमको आता नहीं है छुपाना होना है तुझ में फना शान सिफारिश जो करता हमारी देता वो तुमको बता शर्मो है अपने वो पर्दे गिरा के गर्मी है हमको जिद है अब तो है खुद को मिटाना होना है तुझ में फना call Anto Varki, our champion of today tonight. Anto Varki, get an applause. Anto, please come. On behalf of Fokana Executive Committee, Fokana National Committee, and all Fokana leaders team, it's a gratitude, Anto. നമ്മുടെ ഫൊക്കാന റീജിയൻ 3യുടെ
സ്പോർട്സ് കോർഡിനേറ്ററാണ്. എൻ്റെ പേര് ലിജോ ജോൺ. ന്യൂയോർക്ക് മെട്രോ റീജിയൻ ലാൽജി ഡോണൊക്കെ നൽകുന്ന റീജിയൻ അടുത്ത വർഷം ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അത് ജൂൺ 21 സാറ്റർഡേ 2025 ക്യൂൻസിൽ വെച്ച്. നമ്മൾ 2025 സമ്മറിൽ ഒരു ഫുഡ്സ് ഫെസ്റ്റിവലും ചീട്ടുകളി മത്സരവും ഇവിടെ നമ്മൾ ഈ റീജിയൻ്റെ പേരിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ 2026 മെട്രോ റീജിയനും റീജിയൻ 3യും കൂടെ ആഭിമുഖ്യത്തിൽ ഒരു വമ്പിച്ച വോളിബോൾ മത്സരം ട്രൈ സ്റ്റേറ്റ് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച ഒരു വോളിബോൾ മത്സരം നടത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ആഗ്രഹപ്രകാരം ഡെയ്സീസ് ട്രോഫി നൽകുന്നതായിരിക്കും. കാരണം ഈ സംഘടനയോടൊപ്പം 83 മുതൽ യാത്ര ചെയ്യുന്നതാണ്. ഈ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കണം. അവസാനം വരെ ഫൊക്കാനയ്ക്ക് എല്ലാ സഹായ സഹകരണങ്ങളും സപ്പോർട്ടും കൊടുക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളുടെ ഏവരെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ റീജിയൻ്റെ പ്രസിഡന്റ് നമ്മുടെ പ്രിയപ്പെട്ട ആൻഡോയ്ക്ക് ആദരവുകളും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് ഞാനൊരു മുഹൂർത്തം പോകും. പ്രിയപ്പെട്ടവരെ, ഫൊക്കാനയുടെ ഈ വർഷത്തെ വിമൻസ് ഫോറത്തിൻ്റെ ചെയറും അതിൻ്റെ സെക്രട്ടറിയാണ് നമ്മളുടെ അടുത്ത് നിൽക്കുന്നത്. ഇവർ രണ്ടുപേരും നിലവിലുള്ള ഇതുവരെയുള്ള ഫൊക്കാനയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രണ്ടുപേരും നല്ല പ്രൊഫഷണൽസാണ്. ഒരാൾ അറ്റ്ലാന്റയിൽ നിന്നും ഒരാൾ ബോസ്റ്റണിൽ നിന്നുമാണ്. അവരുടെ തൊഴിൽ രംഗത്ത് അവർ ശരിക്കും അവരുടെ പ്രൊഫഷണലിസം തെളിയിച്ച രണ്ടുപേരാണ്. അത് നമുക്കിപ്പോൾ അറിയാനുണ്ട്. ഈ അടുത്ത ദിവസങ്ങളായി ഇവർ ചാർജ് എടുത്തതിന് ശേഷം ഫൊക്കാന വിമൻസ് ഫോറം നാഷണൽ ലെവലിൽ വലിയ പ്രശസ്തി നേടിയിരിക്കുകയാണ്. സ്ത്രീകളുടെ ഒരു വലിയ കൂട്ടായ്മ തന്നെ ഇവരുടെ കീഴിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് കൈരളി ടിവിയുടെ പേരിലുള്ള എല്ലാ അഭിനന്ദനവും ഇവർക്ക് രണ്ടുപേർക്കും നമ്മൾ നേരുകയാണ്. ഫൊക്കാന വുമൻസ് ഫോറം 2024-2026 വുമൻസ് ഫോറം ചെയർ രേവതി പിള്ളയാണ് എന്നോടൊപ്പം ഇന്ന് ഉള്ളത്. രേവതി, എങ്ങനെ പോകുന്നു ഈ പുതിയ വർഷത്തെ തുടക്കം? എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഒരു നല്ല തുടക്കമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ അത് തന്നെ നമ്മൾ റീജിയണൽ ടീംസ് സെറ്റ് ചെയ്യുകയാണ്. വളരെ പവർഫുള്ളായ ടീംസാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. വെരി പവർഫുൾ ലീഡേഴ്സ് ഓൾസോ. അപ്പോൾ അത് തന്നെ ഒരു നല്ല ഒരു ആംബിയൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ കുറച്ച് ടീംസൊക്കെ വന്നിട്ടുണ്ട്. ഓൾറെഡി 190 പീപ്പിൾ ആയിട്ടുണ്ട്. ബട്ട് മോർ റീജിയൻസ് ആർ ഗോയിങ് ടു കം. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ആൻഡ് നമ്മൾ വളരെ നമ്മുടെ വിമന് യൂസ്ഫുള്ളായ കുറേ ഇനിഷ്യേറ്റീവ്സാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇപ്പം നമ്മുടെ വിഷൻ തന്നെ എഡ്യൂക്കേറ്റ് ആൻഡ് എംപവർ, അഡ്വക്കേറ്റ് ആൻഡ് എലിവേറ്റ്, അതാണ് നമ്മുടെ വിഷൻ. അപ്പോൾ നമ്മൾ ഇതിൽ ഓരോന്നിലും നമ്മൾ ഓരോ ഇനിഷ്യേറ്റീവ്സ്, പല ഇനിഷ്യേറ്റീവ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല ടേം ആയിട്ട് വരണം എന്നാണ് ആഗ്രഹം. നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പലതും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതൊക്കെയാണ്. കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ഈ വർഷം പ്ലാൻ ചെയ്തിട്ടുണ്ടോ? കുറച്ച് ഡിഫറൻസ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വിമൻസ് ഫോറം ചെയർ ഡോക്ടർ ബ്രിജിറ്റ് ജോർജ്, ഷീ പുട്ട് എ ഫാന്റാസ്റ്റിക് ഫൗണ്ടേഷൻ ഫോർ സ്കോളർഷിപ്സ് ഇൻ കേരള. ആൻഡ് ഷീ ഡിഡ് ഫോർ ശരിക്കും നഴ്സിംഗ് സ്റ്റുഡൻസിനാണ്. അപ്പം ഐ എം പ്ലാനിങ് ടു എക്സ്പാൻഡ് ആൻഡ് എൻഹാൻസ് ദാറ്റ് ലിറ്റിൽ ബിറ്റ് മോർ ടു എക്സ്പാൻഡ് ടു അതർ പ്രൊഫഷണൽ കോഴ്സസ് ടു. So there are some differences and some additions and some expansion of what was done last year, and that's how it should be, right? Every year it should improve. You cannot stay still. So that's what we are planning to do, and we are introducing some new elements also to it. ഈ വർഷം ഫൊക്കാന 2024-2026 വർഷത്തെ വുമൻസ് ഫോറത്തിന് ഏറ്റവും നല്ലൊരു ലീഡർഷിപ്പാണ് രേവതി പിള്ള നൽകുന്നത്. ആൻഡ് ബെസ്റ്റ് വിഷസ് ടു യു ആൻഡ് യുവർ ടീം. Vote of thanks. That's going to be done by Mr. Abhilash Pulikkathodi. എൻ്റെ ദൗത്യം നന്ദി പറയലാണ്. ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടുമാണ്. ഇത്രയും ഭംഗിയായിട്ട് ആൽബനിൽ നിന്ന് ഞങ്ങൾ 14 പേര് വന്നു. ഞങ്ങൾ ഞെട്ടിയിരിക്കുകയാണ്. ഒരു റീജിയൻ്റെ പ്രോഗ്രാം ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ റിയൽ ഫൊക്കാനയുടെ പ്രോഗ്രാംസ് എങ്ങനെയായിരിക്കും? അപ്പോൾ ഇത് ഇത്രയും ഭംഗിയായി നടത്താൻ സാധിച്ചതിന് അതിലേറ്റവും കൂടുതൽ എനിക്ക് എടുത്തു പറയേണ്ടത് ഞങ്ങളുടെ റീജിയണൽ വൈസ് പ്രസിഡന്റ് ആൻഡോ വർക്കി, പ്രോഗ്രാം കോർഡിനേറ്റർ നിരീഷ് ഉമ്മൻ, പിന്നെ വളരെ ഭംഗിയായി MC ചെയ്ത ഷൈനി ഷാജൻ. അഭിലാഷിന് റീജിയൻ 3യുടെ നന്ദി അർപ്പിക്കുന്നു.
അന്നത്തെ കച്ചവടം വെള്ളത്തിലായി, നേരം പോയി മീനും ചീനെ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള നീ പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലിക്കരി മീൻ ചെമ്മീനെ പെണ്ണിനെ കൊട്ടുകൾ നെയ്യുള്ള പിടക്കണമിനാനേ. കച്ചവടം പോയല്ല കാശും പോയി, ചന്ദന ചൊപ്പുള്ള പെണ്ണ് ചതിക്കണ കാര്യം നേരാണോ, ചന്ദന ചൊപ്പുള്ള പെണ്ണ് ചതിക്കണ കാര്യം നേരാണേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചൊപ്പുള്ള നീ പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരി മീൻ ചെമ്മീനെ പെണ്ണിനെ കട്ടുകൾ നെയ്യുള്ള പിടക്കണമിനാനേ. തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണേ, ആലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണേ. ഒന്നാക്കുന്നു നടന്നോട്ട് നടന്നാരോ കുന്നിലിറങ്ങുന്നേ, ഒന്നാക്കുന്നു നടന്നോട്ട് നടന്നാരോ കുന്നിലിറങ്ങുന്നേ. അടിയോട് വെട്ടിപ്പള്ളിക്കെത്തിയിരുന്ന